ഹായ് ഫ്രണ്ട്സ്, UGC NET JRF കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഇന്നൊരു സ്പെഷ്യൽ മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഈസ് യു നീഡ് നോട്ട് ലേൺ എവറിഥിങ് അബൌട്ട് യുവർ സബ്ജക്ട് ടു ക്യാച്ച് NTA NET JRF കൊമേഴ്സ് എക്സാം. You need not learn everything about your subject to catch NTA NET JRF exam. You need not study 100%. നിങ്ങൾ ഒരിക്കലും 100% പഠിക്കണമെന്നില്ല. ഒരു സബ്ജക്റ്റിന്റെ 100% നിങ്ങൾ പഠിക്കണമെന്നില്ല. നമുക്ക് JRF അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാനൊക്കെ 100% ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ JRF ക്വാളിഫൈ ചെയ്യാൻ 65% is needed. 65% is needed. Then നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 55% is maximum is needed. 55 to 60% is needed. Okay, according to exam. Okay, cutoff may be determined according to exams. Exams liberal ആണ് എങ്കിൽ cutoff may be high. Exams very tough ആണെങ്കിൽ cutoff may be less. Need normally 55%, 65% is needed to qualify net as well as JRF. Okay. You need not learn everything. ഒരു സബ്ജക്റ്റിന്റെ മുഴുവൻ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നില്ല. You need not master in the subject. You need to study only syllabus oriented one. Syllabus oriented study and previous year questions analysis is only needed to qualify UGC NET JRF Commerce exam. സിലബസ് ഓറിയന്റഡ് സ്റ്റഡിയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മാത്രമേ നമുക്ക് UGC NET JRF ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമുള്ളൂ. യു നീഡ് നോട്ട് മേക്ക് 100% ആവശ്യമില്ല. ഒരിക്കലും ഒരു മനുഷ്യന് 100% ഒരു സബ്ജക്റ്റിന് 100% പഠിക്കാൻ വേണ്ടി കഴിയുകയില്ല. ഇത് എങ്ങനെയൊക്കെ സാധ്യമാകും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. Ways to achieve UGC NET JRF Commerce exam in the 2020 year. Okay. First one is smart work. What you mean by smart work? ഹാർഡ് വർക്കും ഇന്റലിജൻസും കൂടെ കൂടി ചേരുമ്പോഴാണ് സ്മാർട്ട് വർക്ക് രൂപീകരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാത്രി ഉറക്കമളച്ചിരുന്നു കൊണ്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 4 മണി വരെയൊക്കെ നിങ്ങൾ പഠിച്ചു, രാവിലെ 4 മണി വരെ പഠിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് എഴുന്നേറ്റു, 6 മണിക്ക് തന്നെ എഴുന്നേറ്റു. ഇവിടെ 2 മണിക്കൂറാണ് നിങ്ങൾ ഉറങ്ങിയത്. 4 മണി വരെ 4 AM വരെ നിങ്ങൾ പഠിച്ചു. ദെൻ 4 AM ആകുമ്പോൾ ഉറങ്ങി, 6 മണിയാകുമ്പോൾ വീണ്ടും എഴുന്നേറ്റു. ഇവിടെ 2 മണിക്കൂർ മാത്രമാണ്, 2 മണിക്കൂർ 2 hours only you sleep. 2 മണിക്കൂർ മാത്രമാണ് നിങ്ങളിവിടെ ഉറങ്ങിയിട്ടുള്ളത്. ദിസ് ഈസ് ഹാർഡ് വർക്ക് ഓൺലി. ഇവിടെ ഹാർഡ് വർക്ക് മാത്രമാണ് നടക്കുന്നത്. സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്കാണ് നമുക്ക് ആവശ്യം. എന്താണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സ്മാർട്ട് വർക്ക്? നീഡഡ് ടു സ്ലീപ് 8 hours. 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം. 7 to 8 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ ഉറങ്ങണം. ദാറ്റ്സ് നീഡഡ്, വെരി മച്ച് നീഡഡ്. ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് അറിയാം UGC NET JRF കൊമേഴ്സ് എക്സാം ഒക്കെ വളരെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. തികച്ചും നോട്ട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഓൺലി. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഓർത്തെടുത്ത് നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടി വരും. 7 to 8 hours needed to sleep. ഓക്കെ. അപ്പോ ചിലവര് രാത്രി ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലവര് മോർണിംഗിൽ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും. എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. രാത്രി ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും രാവിലെ നേരത്തെ എഴുന്നേൽക്കരുത്. രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും രാത്രി വൈകി കിടക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് സ്മാർട്ട് വർക്ക്. ദെൻ റീഡ് റിപ്പീറ്റഡ്ലി. നിങ്ങൾ ഒരു കാര്യം ഇന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ, ടുഡേ പഠിക്കുന്നുണ്ട് എങ്കിൽ നോക്കാം, യു നീഡ് ടു റിഫർ ആഫ്റ്റർ 2 days ബാക്ക്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ തന്നെ റിഫർ ചെയ്യണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യണം? റിഫർ ചെയ്യണം. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, നിങ്ങൾ ഒരു കാര്യം ഒരു 30 ദിവസം മുമ്പ്, ഒരു മാസം മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങളോട് ഇന്ന് അത് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണമെന്നില്ല. യു നീഡ് ടു റിഫർ ദാറ്റ്. നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. റീഡ് ചെയ്തത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ 2 ദിവസം മുമ്പ് പഠിച്ചത് അത് ഇന്ന് ഓർക്കുക. ദെൻ 2 days ആഫ്റ്റർ അത് വീണ്ടും ഓർക്കുക. ദെൻ അങ്ങനെ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയാണ് UGC NET JRF അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ദെൻ എക്സസൈസ്. പ്രോപ്പർ എക്സസൈസ് ഈസ് നീഡഡ്. മൈൻഡ് ആസ് വെൽ ആസ് ഫിസിക്കൽ എക്സസൈസ്. What is mind exercise?
ഫിസിക്കൽ എക്സസൈസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വാട്ട് ഈസ് മൈൻഡ് എക്സസൈസ്? ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മൈൻഡ് എക്സസൈസ് ഈസ് പ്രോപ്പർലി നീഡഡ്. എങ്ങനെയാണ് മൈൻഡ് എക്സസൈസ് നടത്തുക? നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടാവാം, നിങ്ങളുടെ അടുത്ത റിലേറ്റീവ്സിനോട് സംസാരിച്ചുകൊണ്ടാവാം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻസ് ഒഴിവാകും. ദാറ്റ്സ് ഇറ്റ്. മൈൻഡ് എക്സസൈസ് ഈസ് പ്രോപ്പർലി നീഡഡ് ടു ക്വാളിഫൈ UGC NET JRF exam. Physical exercise is also be needed. Physical exercise means simple exercise. Simple exercise is needed to qualify UGC NET JRF. എല്ലാം ഒത്തു വന്നാൽ മാത്രമേ UGC NET JRF നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഓക്കെ, ദെൻ ടൈം മാനേജ്മെന്റ് വെരി മച്ച് നീഡഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, രാത്രി പഠിക്കാൻ ആഗ്രഹമുള്ളവർ രാത്രി മാത്രം പഠിക്കുക. ദെൻ രാത്രി മാത്രം പഠിക്കുക എന്നല്ല, രാത്രി പഠിക്കാൻ ആഗ്രഹമുള്ളവർ രാത്രി ഇരുന്ന് പഠിക്കുക. ദെൻ മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കരുത്. ദാറ്റ്സ് ഇറ്റ്. മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കരുത്, രാവിലെ നേരത്തെ എഴുന്നേൽക്കരുത്. രാവിലെ പഠിക്കാനാണ് ആഗ്രഹമുള്ളവരെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിന്ന് പഠിക്കുക. ദെൻ രാത്രി നേരത്തെ തന്നെ കിടക്കാൻ വേണ്ടി ശ്രമിക്കുക, രാത്രി നേരത്തെ തന്നെ സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. ടൈം മാനേജ്മെന്റ്, സ്മാർട്ട് വർക്ക് ഈസ് വെരി മച്ച് നീഡഡ് ഇൻ ടു ക്വാളിഫൈ UGC NET JRF. സ്മാർട്ട് വർക്ക് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ടൈം മാനേജ്മെന്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ടൈം ഈസ് ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺസ്. ഓക്കെ, നോർമലി 4 hours ഈസ് വെരി മച്ച് നീഡഡ്. 4 മണിക്കൂർ വളരെ അത്യാവശ്യമാണ് പഠിക്കാൻ. 4 മണിക്കൂറെങ്കിലും UGC NET JRF കൊമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവർ, UGC NETന് പ്രിപ്പയർ ചെയ്യുന്നവർ 4 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കേണ്ടതാണ്. വെരി മച്ച് നീഡഡ് വൺ. ഓക്കെ, നമ്മുടെ ഇടയിൽ ലേസി മടിയന്മാരുണ്ടാവാം, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരും ഉണ്ടാവാം. ജസ്റ്റ് മൂവ് ഓൺ. 4 hours മിനിമം. 4 hours മിനിമം, ഏറ്റവും മിനിമം ഉള്ളത് 4 hours ആണ്. 4 hour പഠിക്കേണ്ടതുണ്ട്. വളരെ നീഡഡ് ആണ്. ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. വെരി ഡിഫിക്കൽട്ട് ടു ക്വാളിഫൈ. ബട്ട് if you do the above things that I mentioned, very easy to qualify UGC NET JRF. Okay, ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് UGC NET JRF കൊമേഴ്സ് നേടിയെടുക്കാം. Then healthy food, proper needed healthy food. Vegetable foods is very much needed to enhance your memory. നിങ്ങളുടെ മെമ്മറി കൂട്ടണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഫുഡ്സ് നിങ്ങളുടെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുക. വെരി മച്ച് നെസസറി വൺ. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് UGC NET അല്ലെങ്കിൽ UGC NET JRF കൊമേഴ്സ് നേടിയെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. വെരി ഈസി ടിപ്സ്. യു മസ്റ്റ് ഫോളോ ദീസ് ടിപ്സ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. UGC NET JRF കൊമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഈ ചാനലിലൂടെ അവൈലബിൾ ആണ്. ഡേ 12 വരെയുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേ 13 അപ്ലോഡ് ചെയ്യുന്നത് August 8-നാണ്. നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. August 8-നാണ് ഡേ 13 അപ്ലോഡ് ചെയ്യുക. വെരി ഇമ്പോർട്ടന്റ് സെഷൻ ഫോർ യു. ആ സെഷനായി നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.